ജനസഹസ്രങ്ങളുടെ സ്നേഹവായ്പ ഏറ്റുവാങ്ങി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ജന്മനാടായ ആലപ്പുഴയിൽ വിലാപയാത്ര കടന്നുപോയ പാതയോരങ്ങളിൽ ജനസാഗരം തന്നെ രൂപപ്പെട്ടു. നിശ്ചയിച്ചതിലും വളരെ വൈകിയാണ് ആലപ്പുഴയിലെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ചത്. വൈകിട്ട് പുന്നപ്ര വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. കേരളത്തിൽ ഞായർ വരെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. പടിഞ്ഞാറൻ പാസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങി. 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കരിപ്പൂരിൽ നിന്ന് ദോഹയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം തിരിച്ചിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചു. വിമാനത്തിൽ 175 യാത്രക്കാരും 7 കുട്ടികളും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 188 പേരാണ് ഉണ്ടായിരുന്നത്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് നടപടി. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ട്രൽ കോളേജ് രൂപവത്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും റിട്ടേണിംഗ് ഓഫീസർമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കമ്മീഷൻ കൂട്ടിച്ചേർത്തു. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതിനു ശേഷം തെരഞ്ഞെടുപ്പ് സ്കെഡ്യൂൾ തീരുമാനിക്കും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറി നൽകിയതായി പരാതി. ലഭിച്ച മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലം ബന്ധുക്കളുടെ സാമ്പിളുമായി മാച്ച് അല്ലെന്നാണ് പരാതി. പരാതിയുമായി 2 കുടുംബങ്ങളാണ് രംഗത്തെത്തിയത്. മരിച്ചവരുടെ 13 മൃതദേഹാവശിഷ്ടങ്ങളാണ് UK കൊണ്ടുവന്നത്. UK നടത്തിയ DNA പരിശോധനയിലാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. 1-ലധികം പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു പെട്ടിയിൽ ഒരുമിച്ചാണ് അയച്ചതെന്നും ആരോപണം. NTV UAE to the world.